നമസ്കാരം. വാസ്തുസ്കോ.com സ്വാഗതം. ഇന്നത്തെ ചോദ്യം സെപ്റ്റിക് ടാങ്ക് എവിടെ വരണമെന്നാണ്. പ്രധാന നഗരങ്ങളിൽ പോലും ഇപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഡ്രെയിനേജ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും പല സ്ഥലത്തും സെപ്റ്റിക് ടാങ്കിൽ കൂടിയാണ് നമ്മുടെ വേസ്റ്റുകൾ മൂടിയിടുന്നത്. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം, അതിനൊരു എയർ ഹോൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അറിയാം. ആ സെപ്റ്റിക് ടാങ്കിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു പറമ്പിൻ്റെ ഒരു വീടിൻ്റെ ശരിയായ സ്ഥാനത്തല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പലരും എന്നെ കണ്ട് പറയുന്നുണ്ട്, സെപ്റ്റിക് ടാങ്ക് സാറ് പറഞ്ഞ ആ സ്ഥലത്തല്ല, വേറൊരു സ്ഥലത്താണ് വെച്ചത്. ഇപ്പം ഇതുവരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും നമുക്ക് വന്നിട്ടില്ല. വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വരും, എല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോകും. ഇന്നറിയാൻ നിങ്ങൾ നാട്ടിലിറങ്ങി തിരിച്ചിരുന്നാൽ ഒരുപാട് ചെറുപ്പക്കാർ ക്യാൻസർ മൂലം മരിക്കുന്നു, ഒരുപാട് ചെറുപ്പക്കാർ വൃക്ക അസുഖമായും മരിക്കുന്നു, അതുപോലെ ഹൃദ്രോഗമായി ധാരാളം മരിക്കുന്നു. ഇവരെല്ലാം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നത്. അതുകൊണ്ടൊരു വാദിക്കുകയൊന്നുമല്ല, സൂക്ഷിച്ചാൽ ദുഃഖിക്കാണ്ടേ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറയുന്ന ഉപദേശത്തിന് വലിയ വിലയൊന്നും നൽകേണ്ട കാര്യം വരുന്നില്ലല്ലോ. നമുക്ക് അല്പം ശ്രദ്ധ വേണമെന്നുള്ളതേ ഉള്ളൂ. സെപ്റ്റിക് ടാങ്കിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറാണ്. വടക്ക് പടിഞ്ഞാറ് മൂലയിലോ ഇടതുവശത്തോ വലതുവശത്തോ ആകാം. അവിടെ ആകുമ്പോൾ യാതൊരു ശല്യവും നമുക്കില്ല. പക്ഷെ അതിന് പകരം വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം സ്ഥലമില്ലാതെ പലരും മറ്റു പല സ്ഥലങ്ങളിൽ കോർണറിലും കൊണ്ടുവന്ന് നിക്ഷേപിക്കാറുണ്ട്. അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ചിലർ കാർ ഷെഡിനകത്ത് സെപ്റ്റിക് ടാങ്ക് കുഴിച്ചിടാറുണ്ട്. ദയവ് ചെയ്യരുത്. സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ ഒരിക്കലും റൂഫ് വരാനേ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ സ്ഥലമില്ല, അതുകൊണ്ട് കാർ ഷെഡിനകത്തിട്ടു, അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയയ്ക്കകത്തിട്ടു. അതൊക്കെ ദോഷം ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന അന്തി ഉറങ്ങുന്ന വ്യക്തികളുടെ ചില സമയകാലങ്ങൾ എപ്പോഴും നല്ല സമയമായിരിക്കില്ലല്ലോ. ദോഷകാല സമയം വരുമ്പോൾ ഇതൊക്കെ നമ്മളെ ബാധിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് വടക്ക് പടിഞ്ഞാറ് തന്നെ ഇടണം. പിന്നെ തെക്ക് ഭാഗത്ത് വേണമെങ്കിൽ തെക്ക് ഭാഗത്ത് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് നമുക്കത് ചെയ്യാം.